വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. സുവിശേഷത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ നാം കണ്ടുമുട്ടുന്ന ചില അതിമനോഹരമായ ദൃശ്യങ്ങൾ യേശു പാപികളും രോഗികളും ആലംബഹീനരും പരിഭ്രാന്തരും നിസ്സഹായരുമായ ദൈവമക്കളുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊരു പുതിയ പ്രത്യാശയും പ്രതീക്ഷയും കൊടുക്കുന്ന രംഗങ്ങളാണ്. അവിടെ ദൈവത്തിൻ്റെ അനുകമ്പയും ആർദ്രതയും അണപൊട്ടി ഒഴുകുന്നത് നാം കാണുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുനാളായ ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ശൂന്യമാക്കലിൻ്റെ കഥയാണ്. തന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന യേശുവിൻ്റെ ജീവിതകഥ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സിയോൻ ആശ്രമത്തിനും ഒരു ശൂന്യമാക്കലിൻ്റെ കഥ പറയാനുണ്ട്. സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും സ്വകാര്യതയും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വേണ്ടെന്ന് വെച്ച ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളുടെയും ശൂന്യമാക്കലിൻ്റെ സ്വയം സമർപ്പണത്തിൻ്റെ കഥ. കുട്ടപ്പൻചേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുഴുവനും ജീവിതമെന്ന് പറയുന്നത് വ്യക്തിപര ജീവിതമോ കുടുംബജീവിതമോ അതെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് ഈ എളിയവർക്ക് വേണ്ടി അവരെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ വില കൊടുത്ത് അവരിത് ചെയ്യുമ്പോൾ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠ തലത്തിലാണ് അവരായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡുകളിൽ പോലും ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ് ദൈവവചനത്തിന് ആമേൻ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ അവർക്ക് നിരന്തരമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാഡി നല്ല ഡ്രസ്സ് ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന അന്ന് നല്ല പാൻറ്റും ഷൂ ഒക്കെ ഇടുമായിരുന്നു. പിന്നെ ഈ ആശ്രമം തുടങ്ങി ഡാഡി എല്ലാം കൂടെ അങ്ങോട്ട് സാക്രിഫൈ ചെയ്തു. എല്ലാം വേണ്ടെന്ന് വെച്ചു. നോയമ്പ് നോക്കാറുണ്ട്, ഭക്ഷണം വിടാറുണ്ട്. ഒരു 10 വർഷത്തോളം മാംസം തന്നെ വിട്ടു. മാംസം ഒന്നുമില്ലായിരുന്നു. ആ ചായയും കാപ്പിയും എല്ലാം കുടിച്ചാണ് എല്ലാം കൂടെ അവോയ്ഡ് ചെയ്ത് ഫുള്ള് ഇതിനായിട്ട് തന്നെ മാറ്റിവെച്ചു. എൻ്റെ പേര് മേരി എന്നാണ്. ഞാൻ പൗലോസിൻ്റെ ഇളയ പെങ്ങളാണ്. ആശ്രമത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഞാനിവിടെ ആദ്യമേ വീട്ടിൽ വരുമ്പോൾ 35 പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ കാണുന്നത് ആശ്രമം ആദ്യമായിട്ട്. പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. മനസ്സിന് ഒരുപാട് വേദന ഉണ്ടായി. ഞാൻ ഉടനെ നാത്തൂനെ വിളിച്ചുകൊണ്ട് വെളിയിൽ പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു. ഇത് എന്താണ് ഇങ്ങനെയൊക്കെ വീട്ടിൽ എനിക്ക് സ്വന്തം വീടെന്ന് പറയാനായിട്ട് വരാനും ഒരു സ്ഥലമില്ലല്ലോ, എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ എൻ്റെ നാത്തൂനെ ആശ്വസിപ്പിച്ചു എന്നെ, അതൊന്നും സാരമില്ല, എല്ലാം ശരിയാവുമെന്ന്. ഞാൻ 2 ദിവസം കൂടെ ഇവിടെ കഴിച്ചു കൂട്ടി അങ്ങനെ. എന്നിട്ട് എനിക്ക് അത്ര സമാധാനമായില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി, മക്കളുടെയും ഭർത്താവിൻ്റെ അടുത്തേക്കും. അത് കഴിഞ്ഞ് അതോടുകൂടി തന്നെ ഉടനെ തന്നെ ആങ്ങളെ ഒരു ധ്യാനം വെച്ചു. ഇവിടെ ഈ ആശ്രമത്തിൽ സ്റ്റേ ചെയ്തത്. ഈ പള്ളിയിൽ വെച്ചാണ് ധ്യാനം നടന്നത്. അത് ജോർജ് കുറ്റിക്കൽ അച്ഛൻ്റെ ധ്യാനമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള എല്ലാ സഹായികളും ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. രാത്രിയും പകലും യാമപ്രാർത്ഥനയും കൊന്തയും ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയും ധ്യാനവും കഴിഞ്ഞപ്പം എൻ്റെ മനസ്സ് മൊത്തം മാറി. പിന്നെ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നില്ലായിരുന്നു. ഈ മക്കളുടെ കൂട്ടത്തിൽ ഇവരുടെ സേവനം ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒരു തോന്നലായ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ആശ്രമം തുടങ്ങിയ സമയത്തെന്ന് വെച്ചാൽ ഞാൻ ചെറിയ ക്ലാസ്സിലാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പം എനിക്ക് കുറേ നാണക്കേടുകളൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇവിടെ മാനസിക രോഗികളാണ് ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാർ തന്നെ പറയും, എടാ അവളുടെ വീട്ടിൽ ഭ്രാന്തന്മാരുണ്ട്, വട്ടന്മാരുണ്ടെന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം. സ്കൂളിൽ പോകാനും വിഷമം, സ്കൂളിൽ നിന്ന് വരാനും വിഷമം, ആരോടെങ്കിലും മിണ്ടാൻ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ബിക്കോസ് എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു.
ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 2 റൂമിലേ ഉള്ളായിരുന്നു പേഷ്യൻസ്. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 3ാമത്തെ റൂമിൽ നിറഞ്ഞു. പിന്നീട് ഒരേ ദിവസം ഒരേ വീക്കെൻഡ്സിൽ വരുമ്പോഴും എല്ലാ മുറികളും നിറഞ്ഞ് ആകെപ്പെടെ ഒരു ചെറിയൊരു മുറിക്കകത്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൂടെ വലിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളുടെ റെക്കോർഡ്, ഞങ്ങളുടെ ബുക്സ്, ഞങ്ങളുടെ ഡ്രസ്സ്, ഞങ്ങളുടെ ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഒരു മുറി കൂട്ടിയിട്ടിട്ടുണ്ട്. അതിനകത്ത് കിടക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ പോലും സ്ഥലമില്ല. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെരുന്നാൾ എന്തെങ്കിലും ഒരുമിച്ച് ഞങ്ങൾ പിള്ളേരെല്ലാവരും വന്നു കഴിഞ്ഞാൽ, ഞാൻ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രികളൊക്കെ ഞങ്ങൾ ചാക്കിൻ്റെ പുറത്ത് ഇരുന്ന്, കാരണം വെച്ചാൽ ഈ ചാക്കും കെട്ടിൻ്റെ പുറത്ത് ഇരുന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. കിടക്കാൻ സ്ഥലമില്ല. ആരംഭഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ആങ്ങള, അതുപോലെ അമ്മായപ്പൻ, അവരെല്ലാവരും കുറേ സമയങ്ങളിൽ ഇവിടെ വരുകയില്ലായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ വന്ന ഈ മാനസിക രോഗികളുടെ ഈ ഒച്ചപ്പാട്, ബഹളം, പിന്നെ പെരയ്ക്കകത്ത് മുഴുക്ക തീട്ടവും മൂത്രവും, അവർക്ക് വന്നാലും ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ സ്ഥലമില്ല. അങ്ങനെ ഒരു അവസ്ഥ. പോരാത്തന്നെ എൻ്റെ ഭാര്യയ്ക്കും ഞങ്ങൾക്കും എല്ലാവർക്കും മക്കൾക്കും എല്ലാം ഹെവി വർക്ക്, ഇവിടെ ആർക്കും ഒരു ഫ്രീഡമില്ല. ഇങ്ങനെയുള്ളൊരു വലിയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം അവരെല്ലാം എതിർപ്പ് പലരോടും പറയുകയും എല്ലാം ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ അവരെല്ലാവരും ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അവർ സഹകരിക്കുന്നുണ്ട്. കാരണം ഇത് ദൈവിക പദ്ധതിയാണെന്നുള്ളൊരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ക്രിസ്മസ് കഥകൾ നമ്മുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്നത്? അത് നമ്മെപ്പോലെ സാധാരണക്കാരായ ജോസഫിൻ്റെയും മേരിയുടെയും കഥയാണ്. അത് നമ്മിലൊരുവനായി ദാരിദ്ര്യത്തിനു നടുവിൽ പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയുടെ കഥയാണ്. ഈജിപ്തിൽ പരദേശിയായി ജീവിച്ചപ്പോഴും നസ്രത്തിലെ കൊച്ചു കുടുംബത്തിൽ വളർന്നു വന്നപ്പോഴും ദാരിദ്ര്യത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ണിയേശു അനുഭവിച്ചിരിക്കാം. ജീവിത പ്രതിസന്ധികൾക്കു നടുവിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ കരുതലിനെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും യൗസേ പിതാവിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്നും പഠിച്ച യേശു പിന്നീട് ഇങ്ങനെ പഠിപ്പിച്ചു: നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. സിയോൻ ആശ്രമത്തിന്റെ വളർച്ചയുടെയും ദൈനംദിന നടത്തിപ്പിന്റെയും അനുഭവങ്ങൾ ദൈവപരിപാലനയുടെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും കഥകളാണ്. ഓല ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 കാലയിൽ ഓലയിട്ടുള്ള ഒരു ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ 700 ചില്ല മക്കളായി. ആ ഓല ഷെഡിൻ്റെ ഒരു സൈഡിലാണ് വിശുദ്ധ കുർബാന ബലിയർപ്പിക്കുന്നത്, അച്ഛന്മാർ വന്ന് ബലിയർപ്പിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഈ 27 മക്കളുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഈ സൈക്കാട്രി പേഷ്യൻ്റ് ആയതിൻ്റെ പേര് ഇവർക്ക് മരുന്ന് മേടിക്കാനായിട്ട് 2, 3, അല്ല 5 പേരെ ഞാൻ ഒരാൾ തന്നെ ഇവരെല്ലാം അവർക്ക് വേണ്ടുന്ന ഒരു ജോഡി ഡ്രസ്സേ ഉണ്ടാവുള്ളൂ. ഈ ആൾക്കാരെയും കൊണ്ട് ബാംഗ്ലൂർ നിമാൻസിൽ പോവും. അവിടുന്ന് 1 മാസത്തേക്കുള്ള മരുന്ന് ഫ്രീ കിട്ടും. അപ്പോൾ അന്ന് ഇവിടെ നിന്ന് മരുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഫ്രീ കിട്ടുകയില്ലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി, ഒരു ഡിസംബർ മാസം രാത്രി 1 മണി സമയം, ആസനിന്ന് കുറച്ച് ഇപ്പുറത്ത് വെച്ച് ഒരു മകൻ ബസ്സിലിരുന്ന് മൂത്രമൊഴിച്ചു, ഒരു മകൻ മോശം ചെയ്തു. അങ്ങനെ വണ്ടിക്കകത്തൊക്കെ ഭയങ്കര സ്മെല്ലായി. ഉടനെ ഡ്രൈവറും കണ്ടക്ടറും എല്ലാം പിന്നെ ആൾക്കാരെല്ലാം കൂടി ഒച്ചപ്പാടുണ്ടാക്കി ഇവരെല്ലാം കൂടി തല്ലാൻ വേണ്ടി വന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ എന്തിനിവിടെ കൊണ്ടുവന്നു, ഇത് തെമ്മാടിത്തര അല്ലെങ്കിൽ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. യേശു സ്തോത്രം, യേശു നന്ദി, യേശു സ്തോത്രം, യേശു നന്ദി. അപ്പോൾ ഞാൻ അവരോട് കരഞ്ഞു പറഞ്ഞു, ഇന്നമാതിരിയാണ് സംഭവം, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നതിന് മരുന്നിന് വേണ്ടി പോകുകയെന്ന് പറഞ്ഞു. അവരെല്ലാം ശാന്തതയായി. പിന്നെ വണ്ടി വെള്ളം ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി, വണ്ടി കഴുകി കൊടുത്തു. ഇവർ ആ മോഷനും യൂറിൻ പാസ് ചെയ്ത തുണി കഴുകി അതേ തുണി തന്നെ അവരെ ഇടിച്ചുകൊണ്ട് ബാംഗ്ലൂർ പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഈ കാര്യത്തെപ്പറ്റി ഷെയർ ചെയ്തു. ഞങ്ങൾ മക്കളോട് എല്ലാവരും പറഞ്ഞു, മക്കളെ നമുക്കൊരു പഴയ വണ്ടി മേടിക്കാനുള്ള കാശ് വേണം, കുറഞ്ഞ ഒരു 75,000 രൂപ പഴയ ജീപ്പ് മേടിക്കാം, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല, ഇങ്ങനെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് ഇനിയൊരു പ്രാവശ്യം ഇങ്ങനെ സംഭവം നമ്മൾ തല്ലുകൊള്ളേണ്ടി വരും, അതുകൊണ്ട് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മക്കൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നും പ്രാർത്ഥിക്കും, ഈശോയെ ഞങ്ങൾക്കൊരു വണ്ടി വേണം, ഈശോയെ ഞങ്ങൾക്കൊരു വണ്ടി താ, ഈശോയെ ഞങ്ങൾക്കൊരു വണ്ടി താ എന്നിവരെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് കുറ്റിക്കിലച്ചനും ടീമും എല്ലാം കൂടി
നമ്മുടെ ബെൽത്തങ്ങാടി ലോറൻസ് പിതാവിൻ്റെ അടുത്ത് അവരെന്തോ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ അന്ന് അവിടെ തന്നെ തങ്ങി. അന്ന് വൈകുന്നേരം ഈ കേരളത്തിൽ നിന്ന് കണ്ണൂർ ഉള്ള ജോർജ് മടത്തനാമറ്റയിൽ നിന്നൊരു പുള്ളിയുടെ കൂടെ വേറെ 2 പേരും കൂടി ഇവിടെ വന്നു. വരുമ്പോൾ ഒരു 9:30-10 മണിയായി. അവർ ചോദിച്ചു ഞങ്ങൾക്ക് ഇന്നിവിടെ കിടക്കാൻ സൗകര്യം തരാമെന്ന് ചോദിച്ചു. ഉള്ള സൗകര്യത്തിൽ കൂടാമെന്ന് പറഞ്ഞു. അവരിവിടെ വന്ന് ആ ഉണ്ടാകുന്ന കഞ്ഞിയും കുടിച്ച് ഇവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡീസൽ കാണിക്കുന്നത് 0 കാണിക്കുന്നത്. പോകാനായിട്ട് ഡീസലില്ല അവരുടെ അടുത്ത്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കണ്ണൂർ വരെ എത്താനുള്ള ഡീസൽ അടിക്കാനുള്ള കാശ് തരണം, ഒരു 250 രൂപ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എത്താൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാണ്ട് ഞങ്ങൾ തപ്പിപ്പറങ്ങി എല്ലാണ്ട് നോക്കിക്കഴിഞ്ഞിട്ട് 165 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു ബ്രദറെ 165 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളിത് എടുത്ത് കൊടുത്തു. ഇത് മേടിച്ചു. ഇപ്പോൾ പോകാൻ നേരത്തെ പുള്ളി എന്ന് വെച്ചാൽ ബ്രദറെ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 27 മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഭയങ്കര അഭിഷേകമായിരുന്നു. ആ അഭിഷേകം എന്ന് വെച്ചാൽ അത് എല്ലാവരും പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ പറയട്ടെ ഞങ്ങളുടെ ഈ ഇൻമേറ്റ്സും ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ എന്തോ ഒരു അഭിഷേകം നടക്കുന്നതായിട്ട് കർത്താവ് ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുകയാണ്, ഇതിൻ്റെ മധ്യയിൽ പറയുകയാണ്, കുട്ടപ്പൻ ചേട്ടാ ഈശോ എന്നോട് ഇത്ര സമയത്തിനുള്ളിൽ 3 പ്രാവശ്യം പറഞ്ഞു, ജോർജെ നീ ഈ ജീപ്പ് കൊണ്ടുപോകരുത്, ഈ ജീപ്പ് ആശ്രമത്തിന് കൊടുത്തേച്ച് പോ എന്ന് ഈശോ എന്നോട് പറഞ്ഞു എന്നും പറഞ്ഞ് പുള്ളി ഈ പോക്കറ്റിൽ നിന്ന് ചാവി എടുത്ത് അപ്പോൾ ആ ചാവി തരുകയും ചെയ്തു. ക്രിസ്മസ് പുൽക്കൂട് ഒരു കുടുംബത്തിന്റെ സമർപ്പണത്തിന്റെ കഥയാണ്. ആ പുൽക്കൂട്ടിലെ നന്മ പങ്കുവെക്കാൻ നക്ഷത്രത്താൽ വഴി നടത്തപ്പെട്ട് 3 ജ്ഞാനികൾ ദൂരദേശത്തു നിന്നെത്തി. മാലാഖമാരിൽ നിന്നും സന്ദേശം സ്വീകരിച്ച് ആട്ടിടയർ ആ പുൽക്കൂട്ടിലെത്തി. പുൽക്കൂട്ടിൽ പിറന്ന ദൈവപുത്രന്റെ മുഖം കണ്ട് അവർ ആനന്ദിച്ചു. കുട്ടപ്പൻ ചേട്ടനും മേരി ചേച്ചിയും 4 മക്കളും സിയോൻ ആശ്രമത്തിൽ അഗതികളിലും രോഗികളിലും ആലംബഹീനരിലും യേശുവിന്റെ മുഖം കാണാൻ ആരംഭിച്ചു. പതിയെ ഈ ആനന്ദം പങ്കുവയ്ക്കാൻ പലരെയും ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. പ്രധാനമായും 4 മക്കളുടെയും ജീവിത പങ്കാളികൾ ഈ ഒരു ശുശ്രൂഷയിൽ അവരോട് ചേർന്ന് നിൽക്കുന്നു. ഇന്ന് ആശ്രമത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്താനായി മകൻ സുഭാഷും ജീവിത പങ്കാളി സന്ധ്യയും എപ്പോഴും ഡാഡിക്കും മമ്മിക്കും കൂടെയുണ്ട്. എൻ്റെ 2ാമത്തെ മോനാണ് സുഭാഷ്. മാമൻ ഇങ്ങോട്ട് പറഞ്ഞു. സന്ധ്യ കല്യാണം 2013 ഏപ്രിൽ 21 ആയിരുന്നു. ആര്യാണ് ഇപ്പം ഈ സ്ഥാപനം കൂടുതൽ നോക്കി അന്വേഷിച്ചൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് സുഭാഷും സന്ധ്യയും കൂടെയാണ്. 2 മക്കൾ. ഞാനിവിടുത്തെ ആശ്രമത്തിലെ ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയാണ്. ഞങ്ങളുടെ ആശ്രമത്തിലുള്ള ഇൻമേറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളവർക്ക് ഒരുപാട് രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യാറുണ്ട്. ഇവരെല്ലാവരും സൈക്യാട്രി പേഷ്യൻസ് ആണ്. അപ്പം ഇവർക്ക് റീഹാബിലിറ്റേഷൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്റ്റാഫുകൾ ഇവരെ ഓരോരോ ആക്ടിവിറ്റീസിൽ ഇവരെ എൻഗേജ് ചെയ്യാറുണ്ട്. ഇവർക്കിപ്പം റീഹാബിലിറ്റേഷനായിട്ട് ഞങ്ങൾ ക്രാഫ്റ്റ് വർക്ക് പൂ ആക്കാനായിട്ട് ഇവരെ പഠിപ്പിക്കും. അപ്പോൾ അവർ 1-2 പ്രാവശ്യം വരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിയുമ്പം ഇവർ തന്നെ അത് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ കാൻഡിൽ ആക്കുന്നുണ്ട്, അഗർബത്തി മേക്കിംഗ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ ആദ്യമേ ഇവർക്ക് ട്രെയിൻ ചെയ്യും. നമ്മൾക്ക് ഒക്കേഷണൽ ട്രെയിനിങ് ചെയ്ത കുറച്ച് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് നമ്മൾ നമ്മുടെ ഇൻമേറ്റ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഈ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നു. അതേപോലെ കിച്ചണിലാണേലും സഹായിക്കാനായിട്ട് നമ്മൾക്കിവിടെ റീഹാബിലിറ്റേറ്റ് ആയിട്ടുള്ള ഇൻമേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ കിച്ചണിൽ രാവിലെ 5 മണി തൊട്ട് ഇവരുടെ എല്ലാ ദൈനംദിന ഇതിലും നമ്മുടെ ഇൻമേറ്റ്സ് സഹായിക്കാറുണ്ട്. വെജിറ്റബിൾസ് കട്ടിങ്ങിനും തീ കത്തിക്കാൻ പോകാനും. ഇവർക്ക് എല്ലാ സൺഡേസും ഞങ്ങൾ കൾച്ചറൽ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പാട്ടിട്ട് കൊടുക്കും. ഇവരുടെ ഓൺ ടാലൻറ്റ് ഒന്ന് നമ്മൾ പുറത്തെടുപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്. ഇവർക്ക് മൈക്ക് കയ്യിൽ കൊടുത്തിട്ട് പാട്ട് പാടിപ്പിക്കും, ഇവരെ കൊണ്ട് എന്തെങ്കിലും സ്കിറ്റ് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റാഫും ഞങ്ങൾ എല്ലാവരും കൂടി ഇവരെ ഡാൻസ് പഠിപ്പിക്കും. പിന്നെ പ്രോഗ്രാംസ് എല്ലാ സെലിബ്രേഷൻസും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ, ക്രിസ്മസ്, ഈസ്റ്റർ, അങ്ങനെ ദിവാലി, അങ്ങനെയുള്ള എല്ലാ ഫെസ്റ്റിവലുകളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. എല്ലാം ഇവരുടെ
ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളും കൂടെ കൂടി എല്ലാവരും ആഘോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാനിവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്നും അല്ല അധികാരികളുടെ നിന്നും ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു. ഈ ആശ്രമം ഇങ്ങനെ റെക്കോർഡിക്കലി നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പിന്നെ രജിസ്റ്റർ ചെയ്യണം, ഇതുപോലെ പിന്നെ ഹോസ്പിറ്റലായിട്ട് രജിസ്റ്റർ ചെയ്യണം, ഇതുപോലെ ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഇതെങ്ങനെ എന്താ ചെയ്യുന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ ഡാഡിയും മമ്മിയും അവരുടെ അറിവ് വെച്ച് തുടങ്ങിയതാണ്. അപ്പം ഞങ്ങൾക്കും അത്ര അതിനെക്കുറിച്ച് അറിവില്ല. അങ്ങനെ എന്നോട് ഡാഡി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ പുറത്തെവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി കുറച്ച് നാൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്ത് വരണം, എന്നാലും നമുക്കിതൊരു നന്നായിട്ട് ഒരു ഇച്ചിരി നല്ല പ്രൊഫഷണൽ രീതിയിൽ വെച്ചാൽ വേണ്ട ബാക്കി റെക്കോർഡിക്കലി എന്തൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മൂഡ്ബിദ്രെ ആൾവാസ് ഹെൽത്ത് സെൻ്ററിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ കയറി. ഞാൻ അവിടെ 1.5 വർഷം ഞാൻ ജോലി ചെയ്തു. അങ്ങനെ എനിക്ക് അവിടുന്ന് കുറേ അറിവുകൾ കിട്ടി. ഞാൻ അതെല്ലാം ഇവിടെ ഞങ്ങളുടെ ഈ ചെറിയ സ്ഥാപനത്തിലും കൊച്ചു സ്ഥാപനത്തിലും ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഐ എം ഡോക്ടർ അനിൽ കാക്കുഞ്ചെ. I finished my MD in psychiatry in 2008, and since 2008 I have been visiting Sion Hospital weekly from Mangalore. So this is my 10th year here, and it's been a wonderful experience, and the motivation and the commitment has pulled me all through this last 10 years. आपका पूरा नाम क्या है? रोशन है. रोशन है. उम्र कितना है? 30 होगा, ज़्यादा होगा? 30 हो गया. 30. गाँव का है तुम्हारा? പട്ന से है. മാനസിക അസുഖങ്ങൾ സാധാരണയായിട്ട് ഒരു കമ്പൈൻഡ് അപ്രോച്ച് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഒരു ആവശ്യമാണ്. ആക്ച്വലി വിത്ത് മെഡിസിൻസ് ദർ ഷുഡ് ബി എ സൈക്കോളജിക്കൽ സപ്പോർട്ട്, എ സോഷ്യൽ സപ്പോർട്ട് ആൻഡ് എ ഫാമിലി കെയർ. സോ ഇതാണ് ആക്ച്വലി ഈസ് റിക്വയർഡ് ഇൻ ഇംപ്രൂവിങ് ഈ പേഷ്യൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വി ഷുഡ് ഹാവ് എ കമ്പൈൻഡ് അപ്രോച്ച്. സോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പേഷ്യൻ്റ് നോക്കും, മെഡിസിൻ കൊടുക്കും. പക്ഷേ ഡോക്ടർ പേഷ്യൻറ്റിനെ കാണുന്ന ഒരു 5 മിനിറ്റാണോ 10 മിനിറ്റ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ വി നീഡ് പേഷ്യൻസിനെ നഴ്സിംഗ് കെയർ, ഒരു ഫാമിലി അപ്രോച്ച്. സോ ഇതാണ് എല്ലാം ആക്ച്വലി. ബിക്കോസ് ഡോക്ടർ എപ്പോഴും പേഷ്യൻ്റെ കൂടെ ഉണ്ടാവില്ല, പക്ഷേ ഫാമിലി ഇല്ലാത്ത കുറേ പേഷ്യൻറ്റുമാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കാണ് വേണ്ടത് ഒരു കെയർ ആൻഡ് ദ നഴ്സിംഗ് വിച്ച് ഈസ് റിക്വയർഡ്. സോ അതാണ് ഇവിടുത്തെ സിയോൺ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ പൗലോസാണ് കൊടുക്കുന്നത് ആൻഡ് അവർ ഫാമിലി. പുൽക്കോട് നമുക്ക് പറഞ്ഞു തരുന്ന കഥ ദാരിദ്ര്യത്തിൻ്റെയും കുറവുകളുടെയും നടുവിലും തങ്ങളുടെ പിഞ്ചോമനയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മയും യൗസപിതാവും നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ചാണ്. പുൽക്കോടിൻ്റെ പരിശുദ്ധിയിൽ പിറന്ന് നസ്രത്തിൻ്റെ നിഷ്കളങ്കതയിൽ വളർന്ന ഉണ്ണീശോയ്ക്ക് എന്നും ശിശുക്കളോട് ഒരു പ്രത്യേക സ്നേഹവും അനുകമ്പയും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്, യേശു ശിഷ്യരോട് പറഞ്ഞു. സിയോൺ ആശ്രമം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫേസ് ചെയ്തൊരു ചാലഞ്ചാണ് അന്തേവാസികളുടെ കുട്ടികളെ ഏത് സ്കൂളിൽ വിടുമെന്ന്. സോ ഞങ്ങൾ ആദ്യമായിട്ട് അവിടുത്തെ ലോക്കൽ സ്കൂളിൽ തന്നെ ഞങ്ങളുടെ അന്തേവാസികളുടെ കുട്ടികളെ വിടാൻ തുടങ്ങി. സോ 2 വർഷം അവിടെ ആ സ്കൂളിൽ വിട്ടു. പക്ഷേ ഞങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കിയത് ആ കുട്ടികൾക്ക് അവിടെ പഠിക്കാനുള്ള ഒരു നല്ല ആംബിയൻസ് ഇല്ല, ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആശ്രമത്തിലുള്ള 99% ഓഫ് ദ പേഷ്യൻസ് അവർ മെൻ്റലി റിട്ടാർഡഡ് ഒക്കെയാണ്. അപ്പോൾ സോ ആ അറ്റ്മോസ്ഫിയറിൽ ആ കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കാനോ അല്ല അവർക്ക് വേണ്ട വിധം നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു ക്വാളിറ്റേറ്റീവ് വിദ്യാഭ്യാസം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ല സ്കൂൾ നമുക്ക് തുടങ്ങുമായിരുന്നെങ്കിൽ ഈ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് കാർക്കള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലോറൻസ് സൽഡാന എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ ആശ്രമം വിസിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ആ വ്യക്തി നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്കൂള് അയാൾക്ക് അപ്പോൾ തോന്നി ആ സ്കൂൾ ഈ ആശ്രമത്തിന് കൊടുക്കുവാണെങ്കിൽ അവരത് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ അന്തേവാസികളുടെ കുട്ടികൾക്ക് അത് ഭാഗ്യമായിരിക്കും അവർ വിചാരിച്ചു. ഞങ്ങൾക്ക് ആ സ്കൂൾ ഡൊണേറ്റ് ചെയ്തു. ഇപ്പോൾ 10 വർഷമായി. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സ്കൂളുണ്ട്. ഡാഡിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആ സ്കൂൾ നന്നായിട്ട് നടത്തുന്നു. ഞങ്ങളുടെ കുട്ടികളും നന്നായിട്ട് പഠിക്കുന്നു. ഈ സ്കൂളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഒരു 6 ബാച്ച് 10ാം ക്ലാസ് പാസ് ഔട്ടായി പോയി. അത് ഞങ്ങൾക്ക് 100% റിസൾട്ടും കിട്ടി. ഞങ്ങളതിന് ദൈവത്തോട് നന്ദി പറയുന്നു.
Little Flower Group of Initiation is the unit of Sion Ashram Trust, led by our beloved chairman Paulus sir. And his intention is giving the quality education for all the students. പുൽക്കൂടിന്റെ നിഷ്കളങ്കതയും നൈർമല്യവും തകർക്കാൻ ഹെറോദോസ് രാജാവ് പദ്ധതിയിട്ടു. അന്നും ഇന്നും നന്മയെ സ്വീകരിക്കാത്തവർ, പ്രകാശത്തെ ഭയപ്പെട്ട് അതിനെ കെടുത്താൻ ശ്രമിക്കുന്നവർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. സിയോൻ ആശ്രമത്തിൻ്റെ നന്മയെ തകർക്കാൻ ലോകശക്തികൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഒരിടയ്ക്ക് മീഡിയയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ആശ്രമവും ഷൂട്ട് ചെയ്തു. അതേ രീതി ഞങ്ങളുടെ എല്ലാവരുടെ ഇൻ്റർവ്യൂസും എടുത്തു, ഈവൻ സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂസും എടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു അവരെപ്പോഴാണ് ചാനലിൽ ഇത് ഇടുന്നത് ഞങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ അവർ ഷൂട്ടിങ്ങിനും എല്ലാം കാണിച്ചു കൊടുത്തു. ഇവിടെ ഒന്നും ഹൈഡ് ചെയ്യാനൊന്നുമില്ല, എല്ലാം ഉള്ളതെല്ലാം ഞങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇവർ ഞങ്ങൾക്ക് എപ്പോഴാണ് ചാനലിൽ വരുന്നതെന്ന് അറിയിച്ചില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് ഇച്ചിരി ക്യാഷും ഡിമാൻഡ് ചെയ്തായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ ക്യാഷും ഇല്ല. എന്നിട്ട് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഇവരത് ആ മീഡിയയിൽ ഇടുകയും ചെയ്തു. ഞങ്ങളിത് അറിഞ്ഞില്ല. ഞാനും ഡാഡിയും മാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡോണർ തന്നെ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നുണ്ട്, സിയോൻ ആശ്രമത്തെക്കുറിച്ച് മീഡിയയിൽ വന്നുകൊണ്ടുണ്ടെന്ന് പറഞ്ഞു. മീഡിയ നമ്മളിവിടെ എന്താ വ്യക്തികളെല്ലാം മതാന്തരം ചെയ്യുന്നു, പിന്നെ കിഡ്നി എടുക്കുന്നു, പണം ഉണ്ടാക്കുന്നു, മരിച്ചവരെ എല്ലാവരും അടക്കാതെ അതുപോലെ വെറുതെ ഈ പറമ്പിൽ വെറുതെ കൊണ്ടുപോയിട്ടിരിക്കുക, പിന്നെ കൈകാലം കെട്ടിയിടുന്നു, ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവിഖ്യാതിയെല്ലാം ചെയ്തു. പക്ഷേ അതും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റി. അവരങ്ങനെ അവിഖ്യാതി പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഈ ആശ്രമം ഇങ്ങനെ ഉണ്ടെന്നുള്ള ഒത്തിരി ആൾക്കാർ ഈ ടി വിയിൽ ഇങ്ങനെ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു തോന്നൽ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ഈ ആശ്രമം ഒന്ന് പോയി കാണണം. അങ്ങനെ ആൾക്കാർ പലരും വന്ന് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് യഥാർത്ഥം കൂടുതലൊരു പബ്ലിസിറ്റി ആവാൻ കാരണം. പിന്നെ അതിനെ സംബന്ധിച്ച് തന്നെ ഈ വീണ്ടും ഈ വേറൊരു മീഡിയ ഇവിടെ വന്നു എന്നുവെച്ചാൽ വീണ്ടും നമ്മളെപ്പറ്റി ഒത്തിരി അവിഖ്യാതി എഴുതാനും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവരിത് വന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടുത്തെ സേവനവും പ്രവർത്തനവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തന്നെ അറിയാതെ പൊട്ടിക്കരഞ്ഞ് ഇവിടുന്നൊരു കാർഡും മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്ത്. ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ പുറത്ത് പോയിക്കായിരുന്നു. പക്ഷേ ആ വർഷം നമുക്ക് 2005 ആ വർഷം നമുക്ക് ഈ ആശ്രമത്തിന് ഇന്ദരത്ന അവാർഡ് കിട്ടുകയും ചെയ്തു. ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ പലതാണ്. സ്വയം ശൂന്യമാക്കി മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ, പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ച് തളരാതെ മുന്നോട്ടു പോകാൻ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ സിയോൻ ആശ്രമവും നമ്മുടെ മുമ്പിൽ ഒരു സ്നേഹ സന്ദേശം പങ്കുവയ്ക്കുകയാണ്. പീഡിതരിലും ദരിദ്രരിലും മാനസിക രോഗികളിലും അനാഥരിലും ഈശോയുടെ മുഖം കാണാം. അവരോട് കരുണ കാണിക്കാം, അവരെ സംരക്ഷിക്കാം, അവരെ സ്നേഹിക്കാം. ഡാഡി മമ്മിയുടെ കൂടെ എല്ലാ സേവനത്തിനും ഞാൻ കൂടെ നിൽക്കുമായിരുന്നു. ഇൻമേറ്റ്സിനെ ഭക്ഷണം കൊടുക്കാനും അവരുടെ മുറിവുകൾ കെട്ടിക്കൊടുക്കാനും മരുന്നുകൾ കൊടുക്കാനും അവരുടെ കൂടെ എല്ലാ സേവനവും നിൽക്കുമായിരുന്നെങ്കിലും ഞാൻ ഒരു കാര്യം അതുവരെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആണുങ്ങളാണ് നമ്മുടെ ഇവിടെ അഗതികളായിട്ട് വരുന്ന, അവരെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന ഡാഡിയായിരുന്നു. അതുപോലെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അത് മമ്മി ഉണ്ടാകും. ആ കുളിപ്പിക്കുന്ന ഭാഗം വെച്ചാൽ ആദ്യമേ വരുമ്പോൾ അവർ ചെട പിടിച്ചും താടി അല്ല മുഖത്ത് നിറയും ചെളിയും പിന്നെ കുറേ ഡ്രസ്സുകളും പുഴു എല്ലാം അരിച്ചിരിക്കുമായിരിക്കും. ആ സമയത്ത് അതെല്ലാം ആദ്യത്തെ ആ കുളിപ്പിക്കുന്ന ഒരു കാര്യം മമ്മി ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സോപ്പ് കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഒരു സ്ത്രീനെയും കൊണ്ട് ഇവിടെ ഇങ്ങനെ വേറെ കുറച്ച് സോഷ്യൽ വർക്കേഴ്സ് എല്ലാം കൂടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ സ്ത്രീയെ കൊണ്ടുവന്ന ഒരു ചാക്ക് പുതപ്പിച്ച് ആ സ്ത്രീ ഒരു ചാക്ക് പുതച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഡ്രസ്സ് വേറെ ഒരു ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ കൂടെ വന്ന വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം
പുരുഷന്മാരായിരുന്നു. ആ സമയത്ത് മമ്മിയില്ല, അപ്പോൾ കുളിപ്പിക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങണം. അപ്പോൾ ഞാനൊന്ന് മനസ്സിലിങ്ങനെ ഓർത്തു, ഞാൻ കുളിപ്പിക്കുമോ, എന്നെക്കൊണ്ട് പറ്റുമോ? കാരണം വെച്ചാൽ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാനന്ന് അവർ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടായിരുന്നു അങ്ങോട്ട് പെണ്ണുങ്ങളെ ബാത്റൂമിൽ അകത്തോടെ പുറത്തോ ബാത്റൂമിൽ കൊണ്ടുപോകണമായിരുന്നു. പ്രാർത്ഥിച്ച് കൊണ്ടുവന്നിട്ട് അവരെല്ലാവരും ഇങ്ങനെ നോക്കുക, ആരെന്ത് ചെയ്യും, ഈ സ്ത്രീ ആര് കുളിപ്പിക്കും, എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ എനിക്കപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഈ സ്ത്രീയെ എൻ്റെ സ്വന്തം ഒരു അനീതിയെ പോലെ കാണാൻ, എന്നുവെച്ചാൽ അവർ ഒത്തിരി ഏജ്ഡായ ഒരു സ്ത്രീയാണ്, പക്ഷെ ഒരു സ്വന്തം അനീതിയെ പോലെ കാണാൻ എനിക്ക് എന്നെ അനുവദിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി കൊടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് നേരെ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി പെട്ടെന്ന് ഈ ചാക്ക് അഴിക്കാൻ പോയപ്പോൾ എന്നെ സ്ത്രീ തല്ലാൻ വന്നു. കാരണം വെച്ചാൽ ചാക്ക് അഴിക്കാൻ വിടില്ല, വേറെ ഡ്രസ്സില്ല ഈ സ്ത്രീക്ക്, ദേഹത്ത് വേറെ ഒറ്റ ഡ്രസ്സും ഇല്ല, ഈ ഒരു ചാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാക്ക് അഴിക്കാൻ വീട്ടിൽ എന്നെ തല്ലാൻ വന്നു. പക്ഷേ ഞാൻ എന്നാലും ധൈര്യത്തോടെ നിന്നു, തല്ലിക്കഴിഞ്ഞാൽ തല്ലിക്കോട്ടെ, കൊള്ളാം, ഒരടി കൊള്ളാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മമ്മിയും ഡാഡി ഒത്തിരി കുറേ പേഷ്യൻസിനെ ഇന്ന് കൊണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തല്ല് പണി കൊള്ളാൻ ഓർത്തു. പക്ഷേ എൻ്റെ ദേഹത്ത് ഒരു മുട്ടിയില്ല, തല്ലാൻ വന്നതേ ഉള്ളൂ, പക്ഷേ എന്നെ അടിച്ചില്ല. ഞാൻ അവരെ പിന്നെ സമാധാനത്തോടെ കുറേ സ്നേഹിച്ചു, കൊഞ്ചിച്ചൊക്കെ വർത്താനം പറഞ്ഞു. ശരിക്കും ഒരു അനീതിമാരോട് മിണ്ടുന്ന പോലെ കൊഞ്ചിച്ച് വർത്താനം പറഞ്ഞു. അവർ പിന്നെ എനിക്ക് കഴിക്കാൻ വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി. കാരണം വെച്ചാൽ ആ സ്ത്രീ അത്രയും ക്ഷീണിച്ച് എല്ല് പോലും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഇച്ചിരി പ്രായമായതുമായിരുന്നു. ഞാൻ പിന്നെ ശരിക്കും കുളിപ്പിച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ച് സ്വന്തം ഒരു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിച്ച് എന്നിട്ട് അവരെ പുറത്ത് കൊണ്ടുവന്നു. ഈ മക്കളുടെ ശുശ്രൂഷ ചെയ്യുമ്പോഴും മനസ്സിൽ ഈശോയെ കണ്ടുകൊണ്ടാണ് ഇവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എളുപ്പമോ ഒന്നുമില്ല, കയ്യിൽ ഒരു ഗ്ലൗസും കാലങ്ങളിൽ ഗ്ലൗസും ഇല്ല. നമ്മൾ എന്ത് ചെയ്താലും ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതല്ല, തമ്പുരാനെ ബോധിപ്പിക്കുക എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു കണ്ണുകെട്ടുകളിയോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ കണക്ക് ബോധിപ്പിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളിത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഞങ്ങളുടെ ആത്മാവ് രക്ഷപ്പെടണം. അതുപോലെ ഇതിനോട് പല രീതിയിൽ സഹകരിക്കുന്നവരുണ്ട്, ദാനം തരുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ കൊണ്ട് ഒത്താശ ചെയ്യുന്നവരുണ്ട്, അതുപോലെ പല മീഡിയ വർഗത്തിൽ കൂടെ ഒത്താശ ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാവരെയും ആത്മാവതയോടുകൂടി രക്ഷപ്പെടും. അപ്പോൾ ഒത്തിരി ആത്മാക്കളെ രക്ഷപ്പെടുത്തുക, ഒരുപാട് ആത്മാക്കളെ രക്ഷപ്പെടുത്തി അങ്ങനെ കർത്താവിൻ്റെ രാജ്യം അത് പ്രഘോഷിക്കുക. ഭൂമിയുടെ ഉപ്പും ഈ ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം ലോകമെമ്പാടും പ്രഘോഷിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വചനം നമ്മൾ വാഗൊണ്ട് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് കർത്താവിൻ്റെ വചനം ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം പ്രാപ്തിയമാക്കാൻ സാധിക്കുമോ അത്രയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഇത് സഭയ്ക്ക് ഒരു അഭിമാനം ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ മാതൃകയും കൂടെയാണ്. തങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള കഴിവുകൾ, സാമ്പത്തികമായിട്ടുള്ള കഴിവുകൾ, ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ, സംഘാടക ശേഷികളൊക്കെ തന്നെ സ്വാർത്ഥപരമായ വളർച്ചയ്ക്കും കുടുംബത്തിൻ്റെ അഭ്യുന്നതിക്കും വേണ്ടി മാത്രം ഉപയോഗിക്കാതെ അത് സഹജീവികളുടെയും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും ദുഃഖിതരുടെയും ഉന്നമനത്തിന് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും ചെലവഴിക്കണം എന്നുള്ള കർത്താവിൻ്റെ ആജ്ഞ ഈ കുട്ടപ്പനും കുടുംബവും പാലിക്കുന്നത് വളരെ സന്തോഷത്തോടെ നമുക്കൊക്കെ മാതൃകയായി സ്വീകരിക്കണം എന്ന കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.